ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ട്രോണിക് സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് കാലമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, ഏതായാലും ഇനിയും കുറച്ച് വീഡിയോകളൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. കാരണം പ്രവാസമൊക്കെ മതിയാക്കി ഞാൻ നാട്ടിലേക്ക് തിരിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ പച്ചപ്പും ഈ ഭംഗിയും ഒക്കെ ആസ്വദിച്ച് ഇനിയുള്ള ജീവിതം നമ്മുടെ നാട്ടിൽ തന്നെ കൂടാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. എന്തായാലും നാട്ടിൽ കാലുകുത്തി അന്നൊട്ട് നല്ല മഴയാണ്. മഴ കാരണം വീട്ടിന് വെളിയിലോട്ട് ഇറങ്ങാൻ മേലാത്ത അവസ്ഥയും. മഴയോടുള്ള പ്രണയം ഒരല്പം കുറഞ്ഞോ എന്നും സംശയമുണ്ട്. എങ്കിലും നമ്മൾ പ്രവാസികൾക്ക് മഴ എത്ര കണ്ടാലും മതിയാകില്ല. ചുട്ടു വരണ്ട കാലാവസ്ഥയിൽ എത്ര വർഷങ്ങൾ നമ്മൾ താമസിച്ചല്ലേ. അങ്ങനെയുള്ള ജീവിതം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ നമുക്ക് എത്ര മഴ കൊണ്ടാലും മതിയാകില്ല. ഞാനിങ്ങനെ മഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു കവിത എഴുതിയല്ലോ എന്ന് വരെ ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് അമ്മയുടെ പരാതി. അമ്മ കുറച്ച് പാവയ്ക്ക വറ്റിൽ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. മഴ കാരണം അതങ്ങോട്ട് ഉണങ്ങുന്നില്ല. ഈ മഴ കാരണം ഒന്നും നടക്കുന്നില്ല എന്ന് അമ്മ പരാതിയും പറഞ്ഞു. എന്നാൽ പിന്നെ അമ്മയുടെ പരാതി ഒന്ന് മാറ്റിക്കളയാമെന്ന് തീരുമാനിച്ചു. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡീഹ്യൂമിഡിഫയർ അഥവാ ഒരു ഡ്രയർ ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഒരു പഴയ ഫ്രിഡ്ജും കുറച്ച് സാധനങ്ങളുടെയും കൂടെ ആവശ്യമുണ്ടായിരുന്നു. ഏതായാലും ഫ്രിഡ്ജ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൂടെ വേണമായിരുന്നു. ഒരു എക്സോസ്റ്റ് ഫാന്, പിന്നെ ഒരു 2-3 ബൾബുകൾ, 100 വാട്ടിൻ്റെ ബൾബുകൾ, പിന്നെ ഒരു ടെമ്പറേച്ചർ കൺട്രോളർ നമുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. ബൾബ് നമ്മുടെ ഏതെങ്കിലും കടകളിൽ, നമ്മുടെ അടുത്തുള്ള കടകളിൽ ബൾബും അതിൻ്റെ ഹോൾഡറും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ലഭ്യത ഇച്ചിരി കുറവാണ്, കാരണം ഇപ്പോൾ എല്ലാവരും LED ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട്. എന്നാലും നമ്മുടെ കടകളിലൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. 100 വാട്ടിൻ്റെ ബൾബാണ് നല്ലത്. ടെമ്പറേച്ചർ കൺട്രോളിൻ്റെ സെൻസറാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ ഫ്രിഡ്ജിനുള്ളിലേക്ക് കണക്ട് ചെയ്യേണ്ട പാർട്ടാണ്. പിന്നെ കറണ്ട് ഇൻപുട്ട് കൊടുക്കാനും നമ്മുടെ ബൾബിലേക്കും ഫാനിലേക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്പുട്ടുമാണ് ആ ടെമ്പറേച്ചർ കൺട്രോളിനകത്തുള്ളത്. ഇത് നമ്മുടെ സാധാരണ 100 വാട്ടിൻ്റെ ബൾബാണ്. ഞാൻ ആദ്യം 2 വെച്ചിട്ട് ട്രൈ ചെയ്തു. കുറച്ച് കൂടെ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ബൾബാണ് ഞാനിപ്പോൾ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആവശ്യാനുസരണം നമ്മളത് കണക്ട് ചെയ്യുക. എക്സോസ്റ്റ് ഫാൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ടാക്കിയെടുത്തു. പുറത്തുനിന്നുള്ള എയർ ഫ്രിഡ്ജിനകത്തേക്ക് വരുന്ന പോലെയാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്.
ഇത് ടെമ്പറേച്ചർ കൺട്രോളിൻ്റെ കണക്ഷനാണ്. ആ റെഡും ബ്ലാക്കും വരുന്നതാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ഇൻപുട്ട് കൊടുക്കേണ്ടത്, നമ്മുടെ കറണ്ട് കൊടുക്കേണ്ടത്. ബ്ലാക്കും യെല്ലോയും വരുന്ന വയറുകളാണ് നമ്മുടെ ഫാനിലേക്കും ബൾബിലേക്കും പോകുന്നത്. സെയിം കണക്ഷൻ തന്നെയാണ്, പാരലായിട്ട് കണക്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോളറിൻ്റെ സെൻസർ. ഇത് നമ്മൾ ബൾബിൻ്റെ തൊട്ടടുത്ത് വെക്കരുത്, കാരണം കറക്റ്റായിട്ട് ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ പറ്റിയില്ല. ബൾബിൽ നിന്ന് കുറച്ച് മാറ്റി ഫ്രിഡ്ജിൻ്റെ എവിടെയെങ്കിലും മാറ്റി നമ്മൾ കണക്ട് ചെയ്യണം. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെമ്പറേച്ചർ സെൻസർ നമ്മൾ കണക്ട് ചെയ്യുന്നത്. 2 ബൾബുകൾ ഫാനിൽ നിന്ന് വരുന്ന എയർ ഈ ബൾബിലുള്ള ചൂടിൽ തട്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുന്ന, നമ്മുടെ ഡ്രയറിനകത്ത് വെക്കുന്ന ഇതിലേക്ക് വരുന്ന പോലെയാണ് നമ്മൾ വെക്കേണ്ടത്. ഇതിൻ്റെ വയറിംഗ് ഒന്ന് ശ്രദ്ധിക്കണം. ഇതിന് ഇൻസുലേറ്റ് ചെയ്യാനുള്ളതാണ്, ഞാൻ ജസ്റ്റ് സോൾഡർ ചെയ്ത് വെച്ചതാണ്. ഫാനിൻ്റെയും ബൾബിൻ്റെയും കണക്ഷൻ ഈ യെല്ലോയും ബ്ലാക്കും വരുന്ന വയറിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. താഴെ നിന്നുള്ള ബൾബിൻ്റെ കണക്ഷനാണ് ഇത്. ഇത് രണ്ടും നമുക്ക് പാരലായിട്ട് ഈ ലൈനിലേക്ക് കണക്ട് ചെയ്യണം. മറ്റേ ലൈന് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് AC ഇൻപുട്ട് കൊടുക്കുന്ന കൺട്രോളറാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഷോക്കൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം, നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്യണം. നമ്മളകത്ത് വെക്കുന്ന ഈ 100 വാട്ട് ബൾബുകളാണ് ഒരു ഹീറ്റിംഗ് എലമെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് 2 3 ഞാൻ 3 ബൾബ് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ വലിപ്പത്തിനൊക്കെ അനുസരിച്ച് നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വെക്കേണ്ടതാണ്. എൻ്റെ കയ്യിലൊരു ചെറിയ ഫ്രിഡ്ജായിരുന്നു, ഞാൻ 3 ബൾബ് വരെ വെച്ചിട്ടുണ്ട്. 2 ബൾബ് വെച്ചിട്ട് എഫിഷ്യൻസി കുറവായിരുന്നു. അതുകൊണ്ടൊരു 3 ബൾബ് വെച്ചപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. കട്ട് ഓഫ് ആവേണ്ട ടെമ്പറേച്ചറാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ സെൻസർ സെൻസ് ചെയ്തിട്ട് ആ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെമ്പറേച്ചർ എത്തുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫാനും ലൈറ്റും നിൽക്കുന്ന രീതിയിലാണ് നമ്മളിത് വയർ ചെയ്യുന്നത്. ഈ കാണുന്ന ആരോയിൽ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് ടെമ്പറേച്ചറിൽ എത്തുമ്പോഴത്തേക്കാണ് നമുക്കത് സ്റ്റോപ്പ് ആകേണ്ടത്, ഫാനും ലൈറ്റും സ്റ്റോപ്പ് ആകേണ്ടതും. ഇതിൽ ഏത് സ്റ്റോപ്പ് ആയി കഴിഞ്ഞിട്ട് ഏത് ടെമ്പറേച്ചർ വരെ താഴുമ്പോഴത്തേക്ക് വീണ്ടും അത് സ്റ്റാർട്ട് ആകണമെന്നുള്ളത് ആണ് ലെഫ്റ്റ് സൈഡിലെ ആരോ സെറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും ഒരുപാട് ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 40 ഡിഗ്രി ടെമ്പറേച്ചർ എത്തിയിട്ട് വീണ്ടും അത് ഡൗൺ ആയി വരുമ്പോഴത്തേക്ക് ഒരുപാട് താഴ്ന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് നേരം ലൈറ്റ് കത്തി പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കൂടുതൽ കറണ്ട് ചാർജ് വരും. അപ്പോൾ ഇത് തമ്മിലുള്ള ഗ്യാപ്പ് നമുക്കിപ്പോൾ 40 ഡിഗ്രിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 40 ഡിഗ്രി സെറ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ ഇപ്പുറത്തെ ലെഫ്റ്റ് കയ്യിലെ ആരോയിൽ സെറ്റ് ചെയ്ത് ഒരു 38 ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു 2 ഡിഗ്രിയുടെ ഗ്യാപ്പേ വരുള്ളൂ. അതായത് 38-ന് താഴോട്ട് വീണ്ടും നമ്മുടെ ഡ്രയറിനകത്ത് ടെമ്പറേച്ചർ താഴുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ സിസ്റ്റം ഓൺ ആവുകയും ലൈറ്റും ഫാനും വർക്കാവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു 38 തൊട്ട് 40 എന്നുള്ള രീതിയിലേക്ക് ആ ടെമ്പറേച്ചർ എപ്പോഴും അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മളകത്ത് എന്താണ് വെക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഒന്ന് ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺട്രോളർ വെക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ആ സെൻസ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ആ ഒരു ടെമ്പറേച്ചർ നമ്മുടെ ഡ്രയറിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തോളും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണും ഓഫും ആയിക്കോളും. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഈ ഫാനിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം ഡ്രൈ ആകുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾ മാറി മാറി വെക്കേണ്ടി വരുമായിരിക്കും. എന്തായാലും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നിങ്ങൾക്ക് പറയാം. അത്യാവശ്യം ഡ്രൈ ആകുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടാലറിയാൻ പറ്റുമത്. പിന്നെ ഇതിൻ്റെ ഡോർ എപ്പോഴും നമ്മൾ ഓപ്പൺ ആക്കാതിരിക്കുക. ഇതിനകത്തൊരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും ഡോർ ഓപ്പൺ ആക്കി നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ വീണ്ടും താഴെ ഒരുപാട് നേരം നമ്മുടെ ഈ സിസ്റ്റം പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ളൊരു ആവശ്യം വരും. അതുകൊണ്ട് കഴിവത് ഡോർ ഓപ്പൺ ആക്കാതെ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓപ്പൺ ആക്കാതെ നോക്കുന്നത്. ഒരു കാര്യം പറയാൻ മറന്നു, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫ്രിഡ്ജിൽ ഇതുപോലെ 2 ഹോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്.
ഈ വരുന്ന നമ്മൾ അകത്തേക്ക് ഇവിടുന്ന എയറും ഈ ഹ്യൂമിഡിറ്റി എല്ലാം കൂടി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് നമ്മൾ ഇതിനൊരു ഹോള് ഇട്ട് കൊടുക്കണം. അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹോൾ ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ ഈ ഹ്യൂമിഡിറ്റിയും ഈ എയറും ചൂട് എയറൂടെ പുറത്തേക്ക് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്തിരുന്ന് ഡാമേജ് ആയി പോകും നമ്മൾ വെക്കുന്ന സാധനം. ഈ വെളിയിൽ നിന്നുള്ള എയർ വലിച്ചെടുക്കുന്നു. നമ്മൾ ഹീറ്റിംഗ് എലമെൻ്റ് ആയിട്ടുള്ള ബൾബിൻ്റെ ചൂട് ഉപയോഗിച്ച് നമ്മുടെ ഈ ഇതിലെ ഹ്യൂമിഡിറ്റി വലിച്ചെടുത്തിട്ട് അത് പുറത്തേക്ക് തള്ളിപ്പോവും. പുറത്തേക്ക് തള്ളിപ്പോകാൻ വേണ്ടിയിട്ട് ഉള്ള 2 ഹോളാണ് ഇടുന്നത്. പിന്നെ മറ്റു സൈഡിൽ കൂടെ ഒന്നും തള്ളിപ്പോകാതെ നല്ല ടൈറ്റായിട്ടൊക്കെ വെക്കാൻ വേണ്ടി ശ്രമിക്കണം. ഫ്രിഡ്ജിൽ എപ്പോഴും ഡോർ നന്നായി ക്ലോസ് ആക്കി വെക്കണം. ഒരുപാട് ഹോളും ഗ്യാപ്പും ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടെമ്പറേച്ചർ ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കും. അപ്പം നമ്മളിത് വെറുതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കഴിവതും ഈ ടെമ്പറേച്ചർ ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡോറെല്ലാം നന്നായിട്ട് ലോക്കായിരിക്കണം. ഈ 2 ഹോളിൽ കൂടെ മാത്രം, അല്ലെങ്കിൽ ഒരു ചെറിയ ഹോളിൽ കൂടെ മാത്രം ഈ ഹ്യൂമിഡിറ്റി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലുള്ള ഒരു ചെറിയ ഹോളിട്ട് കൊടുത്താൽ മതിയാവും. ഞാൻ ഫാനിങ്ങനെ എക്സോസ്റ്റ് ഫാൻ മുകളിൽ വെച്ചെന്നേ ഉള്ളൂ. ഇത്ര വലിപ്പമുള്ള ഫാനിൻ്റെ ആവശ്യമില്ല. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഇച്ചിരി വലിയ ഫാനായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് മുകളിൽ കണക്ട് ചെയ്തത്. എനിക്ക് താഴെ നിന്നും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് താഴെയോ എവിടെയെങ്കിലും നന്നായിട്ട് എയർ ഫ്ലോ കിട്ടുന്ന രീതിയിൽ വെക്കാവുന്നതാണ്. ഇതിപ്പോൾ 40 ഡിഗ്രി കറക്റ്റ് 40 ഡിഗ്രി ടെമ്പറേച്ചർ നമ്മുടെ ഡ്രയറിനകത്ത് സെറ്റ് ആയപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയതാണ്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഹൈ ടെമ്പറേച്ചർ 40 ആയിരുന്നത് കൊണ്ടാണ് അവിടെ എത്തിയപ്പോഴത്തേക്ക് കട്ടായത്. ഔട്ട് എന്നുള്ള LED ഓഫായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. ആ സമയത്ത് നമ്മുടെ ഫാനും ലൈറ്റും ഓഫാവും. ഇപ്പോൾ നമ്മുടെ ഈ ഡ്രയറിനകത്ത് ഏകദേശം ഒരു 40 ഡിഗ്രി ടെമ്പറേച്ചർ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ 40 ഡിഗ്രിയിൽ നിന്നും താഴേക്ക് ടെമ്പറേച്ചർ താഴ്ന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഡൗൺ ആയിട്ട് ഉള്ള ലെഫ്റ്റ് ആരോയിൽ സെറ്റ് ചെയ്തേക്കുന്ന ടെമ്പറേച്ചർ ഇപ്പോൾ ഒരു 38 ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 38 ഒക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ ഈ ലൈറ്റും ഫാനും ഓണാവും. അത് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് ഏകദേശം ഒരു 40-ലെത്തുമ്പോഴത്തേക്ക് 40 നമ്മൾ ഹൈ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ 40-ലേക്ക് എത്തുമ്പോഴത്തേക്ക് വീണ്ടും അത് കട്ട് ഓഫ് ആവും. അപ്പോൾ അങ്ങനെ ഒരു 38 തൊട്ട് 40 വരെയുള്ള ടെമ്പറേച്ചർ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഒരു പുതിയ വെബ്സൈറ്റാണ്. ഇതിൻ്റെ പേര് മലനാട് സ്പൈസ് എന്നാണ്. malanadspice.com എന്നാണ് അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ഈ ഡൊമൈന്. അതുപോലെ തന്നെ മലനാട് സ്പൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ, അതായത് നമ്മുടെ ഈ വറ്റലും അച്ചാറും അങ്ങനെയുള്ള നമ്മുടെ നാടൻ പ്രോഡക്റ്റുകൾ നമ്മുടെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് വഴി നമ്മൾ സെല്ല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് malanadspice.com. നമ്മൾ ഓരോരോ പ്രോഡക്റ്റുകളായിട്ട് ആഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതുപോലെയുള്ള സാധാരണ നാടൻ പ്രോഡക്റ്റ്, ഒരു മായമൊന്നുമില്ലാത്ത നമ്മുടെ നാടൻ പ്രോഡക്റ്റുകൾ നമ്മുടെ വെബ്സൈറ്റ് വഴി അവൈലബിൾ ആക്കാനാണ് ശ്രമിക്കുന്നത്. കുറച്ച് പ്രോഡക്റ്റുകളായിട്ടുണ്ട്. നമ്മൾ കയറി നോക്കിയാൽ കാണാൻ സാധിക്കും. ഞാൻ ആമസോണിലും പ്രോഡക്റ്റുകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പക്ഷേ ആമസോണിൻ്റെ കോസ്റ്റൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ആമസോണിനേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമുക്ക് നല്ലത് നമ്മുടെ തന്നെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ വെബ്സൈറ്റ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതിൽ നമ്മൾ മെയിനായിട്ട് ഇപ്പം നമ്മുടെ ഒരു കേശസൂത്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഹെയർ ഓയിലുണ്ട്. വളരെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. നമ്മൾ വീട്ടിൽ നമ്മൾ അമ്മ കാച്ചുന്ന പോലത്തെ നമ്മുടെ സ്വന്തം ആയുർവേദിക്കായിട്ടുള്ള ഓയിലാണ് ഇത്. എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. നല്ലൊരു റെസ്പോൺസ് കിട്ടുന്ന ഓയിലാണ്. ഒരുപാട് പേര് നല്ല പോസിറ്റീവ് റിവ്യൂസ് പറയുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നമ്മുടെ വെബ്സൈറ്റിലും ആമസോണിലും ഇത് അവൈലബിൾ ആണ്. നമ്മുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായവും സഹകരണവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നിങ്ങളുടെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും പറയാൻ ഒട്ടും മടിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും എല്ലാവരും ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്.
നമ്മുടെ പേജിലേക്കുള്ള ലിങ്ക് ഉണ്ട്. അതുപോലെ എല്ലാവരും ഫോളോ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക, നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ച് നോക്കുക. പ്രോഡക്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വലിയ കമ്പനി അങ്ങനെയൊന്നുമല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ തന്നെയാണ് നമ്മൾ ഇ-കൊമേഴ്സ് വഴി അവൈലബിൾ ആക്കുന്നത്. എന്തായാലും നിങ്ങൾ ഓരോരുത്തരുടെയും സഹായവും സഹകരണവും ഇനി മുമ്പോട്ടും എനിക്കുണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് തന്നെ പോകുന്നു. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാനും മറക്കരുത്.